സോ ഈ ഇൻസിഡന്റിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇന്ന് പുലർച്ചെ ഒരു 4 കൂടിയിട്ടാണ് നമ്മുടെ പുതിയ റോഡ് ഭാഗത്ത് വെച്ചിട്ട് ഈ വിക്ടിമായിട്ടുള്ള 2 പേര് അവരുടെ സ്ഥലത്തു നിന്നും ഒരു റിക്രൂട്ട്മെന്റ് റിലേറ്റഡ് എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന 2 വിദ്യാർത്ഥിനികളാണ്. അവര് ഒരു ചായ കുടിക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയ സമയത്താണ് ഇന്ന് ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന 10 പേര് ആ സ്ഥലത്ത് തന്നെ അവരും ചായ കുടിക്കാനായിട്ട് വരികയുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് ഇവരുടെ ഒപ്പം ഉണ്ടായിരുന്ന 2 ലേഡീസ് ഈ വിക്ടിമായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് മുമ്പ് പോയിരുന്ന ആൾക്കാർ എന്തോ പറയുന്നുണ്ടെന്ന് പറഞ്ഞ് അവരോട് അങ്ങോട്ടേക്ക് നോക്കുകയും ഈ നോക്കുന്ന സമയത്ത് ഈ ഇതില് പ്രതിസ്ഥാനത്ത് 1-ാം പ്രതിസ്ഥാനത്തുള്ള അക്ബർ അലി എന്ന് പറഞ്ഞ ആള് ഒരു ആംഗ്യം കാണിക്കുകയും അതിനെ ചോദ്യം ചെയ്യുകയുണ്ടായി. ഈ ചോദ്യം ചെയ്യലും തുടർന്നുണ്ടായിട്ടുള്ള ഒരു അവർ തമ്മിലുള്ള ഒരു മാറ്ററിലാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്. നമ്മളെല്ലാം വീഡിയോയിലൂടെയും അതുപോലെ തന്നെ CCTVയിലൂടെയും എല്ലാവരും കണ്ടതാണ്. വളരെ ഭയാനകരമായിട്ടുള്ള രീതിയിലാണ് ഒരു ആക്ടിവിറ്റി കണ്ടിട്ടുള്ളത്. അതിന്റെ മാറ്ററിന് അതിന്റേതായ ഗ്രാവിറ്റിയിൽ മനസ്സിലാക്കുകയും അതിൽ ഏതെല്ലാം രീതിയിലാണ് പോലീസിന്റെ ഭാഗത്ത് നടപടി വേണ്ടതെന്നും ഞങ്ങളിപ്പോൾ ഒരു അനാലിസിസ് നടത്തുകയുണ്ടായി. ഈ കേസിൽ ഇതുവരെയായിട്ട് 10 പ്രതികളെയാണ് ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ 3 ആൾക്കാരെ ഓൾറെഡി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരിനി കോടതിയിലോട്ടേക്ക് ചെയ്ത് അവരെ റിമാൻഡ് ചെയ്യുന്നതായിരിക്കും. ഈ കേസിൽ ബാക്കി 7 പേരുണ്ട്. 7 പേരെയും നമ്മൾ അറസ്റ്റ് ചെയ്തിരിക്കും. അതിനായിട്ടുള്ള ടീം റെഡിയാണ്. ടീം ഓരോരുത്തരുടെയും കാര്യങ്ങളെല്ലാതും അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ നോർത്ത് SHO അനൂപ് തന്നെയാണ് ഇതിനെ മുൻ നിന്നിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നത്. കേസിൽ ഇനി ഇതുവരെ ഇട്ടിട്ടുള്ള സെക്ഷൻസിൽ ഉപരി വേറെ സെക്ഷൻസ് ചേർക്കണമോ, അതുപോലെ തന്നെ വേറെ സ്പെഷ്യൽ ലോസും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ചേർക്കണമെന്ന് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് കറന്റ് സ്റ്റാറ്റസ് ആയിട്ടുള്ളത്. ലഹരിയായിട്ടുള്ള സ്റ്റാറ്റസ് ഒന്നുമില്ല. പക്ഷെ ഇതിൽ 1-ാം പ്രതിയായിട്ടുള്ള അക്ബർ അലി എന്ന ആളുടെ ബിസിനസ് ഡീലിംഗ്സിനെ കുറിച്ചിട്ട് നമുക്ക് വളരെയധികം ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ട് വന്നിട്ടുള്ളത്. നമ്മൾ അതിന് തുടർ നടപടികളായിട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് കുറച്ച് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അതും കുറച്ച് ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ്. അപ്പോൾ നമ്മൾ തുടർ നടപടികളായിട്ട് പോവുകയാണ്. അത് മുമ്പ് കേസുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കി ചെയ്യാനുള്ളതാണ്. അതെല്ലാം ലെറ്റ് ഇറ്റ് ബി. ഞാൻ പറയാം അതെല്ലാം പറയാം. ഇപ്പോ പഴയ സെക്ഷൻ 354, 54A, 54B തുടങ്ങിയിട്ടുള്ള സെക്ഷൻസ് ആണ് ഇട്ടിട്ടുള്ളത്. കൂടുതലായിട്ടുള്ള സെക്ഷനിലോട്ടേക്ക് നമ്മൾ ഇടാനാണ് തീരുമാനിച്ചത്. ആക്രമണത്തിനകത്ത് ഇപ്പൊ നമ്മുടെ പ്രിലിമിനറി അണ്ടർസ്റ്റാൻഡിങ്ങിനകത്തും അക്ബറാണ് ആക്റ്റീവായിട്ട് ഇൻവോൾവ് ആയിട്ടുള്ളത്. പക്ഷെ എന്നിരുന്നാലും മറ്റുള്ള ആൾക്കാർ മ്യൂട്ട് സ്പെക്ടേറ്റേഴ്സ് ആയിട്ട് ഇരിക്കുകയും ഈ ഒരു